ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് പ്രിയങ്ക നായരാണ്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് അല്ലെ. വിശേഷങ്ങളൊക്കെ അറിയാൻ ഒത്തിരിയുണ്ട്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എന്നാ കോലമാ പ്രിയങ്ക ചിരിച്ചു കാണിക്കുന്നു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. അത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഇത് എന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേന്ന്. പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേരത്തെ ഉണ്ടായി. പിന്നെ പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സ്റ്റൈലിന് ആണുങ്ങൾക്ക് പറയാം. പക്ഷെ ഇത് നനച്ചുണക്കി ചോന്നോന്ന് നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കോച്ച് ഇങ്ങനെ പാക്ക് പോലായി പോയി. സത്യം അവളുടെ മുടിയാണ്. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തൊന്ന് വെളുത്ത ആദിവാസിയാ. അപ്പൊ നമ്മള് ഈ ഒരു കോലമായി കഴിഞ്ഞ അപ്പം നമ്മൾ വിഷമമില്ല, ടെൻഷനില്ല. ഓക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ചോദിച്ചത്. കാര്യം നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ഉണ്ണിയേട്ടന് എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ. മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കോച്ച് ഇങ്ങനെ പാക്ക് പോലായി പോയി. സത്യം. ഇനി എനിക്ക് ചൊറിയാൻ വയ്യ. ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലണ്ടോ ഇപ്പൊ ചൊറിയടോ. നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ. പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ല. വായി നോക്കി കണ്ട് ചൊറിയടോ. ഇതാരാ പറയുന്നേ? അല്ല, ഇതാരാ പറയുന്നേ? മലയാള സിനിമയിലേക്ക് ഒരു നായിക ആദ്യം വന്നത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് വന്ന നായികയാണ്. ആ നായികയാണ് എന്നെ ഇങ്ങോട്ട് ട്രോളുന്നേ. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. അതാരായിരുന്നു പറയണേ? സിനിമയ്ക്ക് വേണ്ടിട്ട് മുടി വെട്ടിക്കളഞ്ഞ ഒരാളല്ലേ. പക്ഷെ അന്നൊക്കെ ഞാൻ ഇത്രയും അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. സാധാരണ അന്ന് ചെറിയ പ്രായമല്ലേ ചേച്ചി? അപ്പൊ മുടി മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോ എന്റെ അടുത്ത് മുടി മുറിക്കും, ഇത് എന്റെ സ്വന്തം തീരുമാനമാണ്. ഞാൻ എപ്പോഴും എനിക്ക് മുടി മുറിക്കുന്നത് അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് വളരുന്നതല്ലേ. എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? ഇപ്പൊ എന്റെ അടുത്ത് എന്തിനാ മുറിക്കുന്നത്? കൈയും കാലും ഒന്നും അല്ലല്ലോ, മുടിയല്ലേ മുറിച്ചു കളഞ്ഞ, അത് വളർന്നോളൂ. പക്ഷെ അന്ന് ചെറിയ പ്രായത്തിൽ മുടിയൊക്കെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ ചേച്ചി? അപ്പൊ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.